ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ. ഹോം ടൂർ വെച്ചാൽ ഹോം ടൂർ ചെയ്യാൻ പാകത്തിന് ഈ വീടായിട്ടില്ല, ഐ നോ ദാറ്റ്. പക്ഷേ എങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇടാനൊന്നും കണ്ടന്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഈ വീടിൻ്റെ ഹോം ടൂർ ഇട്ടൂടാ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഇന്ന് ഈ വീടിൻ്റെ ഹോം ടൂർ. ഓക്കെ, സോ ഇത് എൻ്റെ ഒരു ആൻറ്റീൻ്റെ വീടാണ്. ഇതെൻ്റെ വേറൊരു ആൻറ്റീൻ്റെ വീടാണ്. അപ്പോൾ ഇവർ രണ്ടും സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഇവിടെ മാത്രം ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ഞാൻ വീടെടുത്തു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സാണ് ഇവരെല്ലാവരും. സോ നമുക്ക് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീടോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡോർ തുറന്ന് വെച്ചിട്ട്, കാരണം ഈ വീട്ടിലാരും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിലും അത് ഹെൽപ്പ് ചെയ്യത്തില്ല, സ്ഥലവിടെ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഔട്ട്ഡോർ കാഴ്ചകൾ മാത്രം നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം. സോ ഫസ്റ്റ് തന്നെ ഇവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, നല്ല ഹൈറ്റുണ്ട് ഗ്യാപ്പ്. ഓക്കെ, അല്ല ഇത്രേ ഉള്ളൂ. ഇതെന്തിനോ ഗ്യാപ്പ് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്കിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒളിച്ചിട്ടൊക്കെ നമുക്കിങ്ങനെയൊക്കെ ഒളിക്കാൻ പറ്റുന്നൊരു ഗ്യാപ്പാണ്, ആ ടൈപ്പ് ഗ്യാപ്പാണ്. പിന്നെ നമുക്കിവിടെ സൈഡിലോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ നമുക്ക് പുറത്തെ വ്യൂ. എന്താ മക്കളെ, ഇവിടെ ഇപ്പം നട്ടുച്ചെങ്കിൽ നോക്കണ്ട, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴുള്ള സെറ്റ് നിങ്ങൾക്ക് വൈകുന്നേരത്തെ വ്യൂ കാണിച്ചു തരാം. അതാ, ഓക്കെ, പോയനെ. ഇതാണ് ഇവിടുത്തെ സൈഡ് വ്യൂ. ഓക്കെ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, കാരണം അവിടെ കുഴിയൊക്കെ ഉണ്ട്, അപ്പോൾ വീണ കാലത്തിന് തീർന്നു. അപ്പോൾ ഇതിനെ വീട്ടിൽ കൂടി ഹൗസ് വാമിങ്ങൊക്കെ മെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയാലോ? യെസ്, ഓക്കെ. സോ നമുക്ക് എൻട്രൻസ് തന്നെ ഇത് നമുക്ക് തൽക്കാലത്തേക്ക് മാത്രം ഇട്ട ഒരു ഡോറാണ്. ഹൗസ് വാമിങ്ങാകുമ്പോൾ നമ്മൾ റിയൽ ഡോർ വെക്കും. ഇത് നമുക്ക് എന്താ പറയുക, എന്താ ആവശ്യത്തിന് വെച്ച ഡോറാണ്. അപ്പം പട്ടി എഴുതുന്ന വെച്ച ഡോറാണ് കേട്ടോ, അപ്പം അതിന് വെച്ച ഡോറാണ്. നമുക്ക് തുറന്നാലോ? യാ, ഓക്കെ. നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിൽ വരുമ്പം തന്നെ ഇവിടെ ഫിക്സ് ആക്കാം, അല്ലേ വന്ന് അടഞ്ഞ് പൊട്ടി ഞാൻ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഐ ഡോണ്ട് ഹാവ് ദ ക്യാഷ് വിത്ത് മീ. സോ ഫസ്റ്റ് തന്നെ ഇവിടെ നമുക്ക് വരുന്നത് സെൻട്രൽ ഹാളാണ്. സെൻട്രൽ ഹാൾ അത്യാവശ്യം വലുതാണ് അല്ലേ. ഇതാണ് നമ്മുടെ സെൻട്രൽ ഹാളിൻ്റെ ഫുൾ വ്യൂ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കണ്ടോ? ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. എൻ്റെ സെൻട്രൽ ഹാൾ ഇതാണ് കേട്ടോ. കയറി തന്നെ സെൻട്രൽ ഹാളാണ്. നമ്മുടെ ടി വി വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ടി വി വരും. ടി വിൻ്റെ പ്ലഗ് അങ്ങനത്തെ ആക്കാനുള്ള സാധനങ്ങളാണ്, സാമ്പിളുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് സൈഡിലോട്ട് ഇവിടുന്ന്, അതായത് ഡൈനിങ് ഇത് സെൻട്രൽ ഹാൾ ഇതാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ സെൻട്രൽ ഹാളിൽ ഇരുന്ന് ഇവിടെ സോഫ അങ്ങനെന്തോ ഇവിടെ വരും, ഒരു എൽ ഷേപ്പ് സോഫ അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മുടെ ഡൈനിങ് സ്പേസ് വരിക. അപ്പോൾ എന്തായാലും ഹൗസ് വാമിങ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരാം. ഡൈനിങ് സ്പേസ് ഇവിടെയാണ് വരിക. അപ്പോൾ നല്ല കിടിലൻ വ്യൂ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 1 2 3 3 കല്ല് എന്നൊരു വിൻഡോ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ വിൻഡോ, ഈ സൈഡിലും വിൻഡോ ഉണ്ട്, 3 കള്ളി ഇവിടുന്ന് വിൻഡോ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഇവിടെയും ഒരു വിൻഡോ ഉണ്ട്. ഓക്കെ. സോ ഡൈനിങ് ഹാൾ ഇവിടെ വരും. പിന്നെ നമുക്ക് വരുന്നത് കിച്ചണാണ്. കിച്ചൺ നമ്മളെ ഒരു ഓപ്പൺ കിച്ചണാണ്. സിൻസ് എന്താ പറയുക, സെൻട്രൽ ഹാളിൽ നിന്ന് ക്യാമറ ചെറുതായി പോയി. സോറി, സെൻട്രൽ ഹാളിൽ നിന്ന് നേരെ വരുമ്പം നമുക്ക് കിച്ചൺ കാണാൻ പറ്റും. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ നമുക്ക് സ്ലാബൊക്കെയാണ്, സ്ലാബല്ല, അവിടെ എന്തോ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വാഷ് ബേസ് വരും, കണ്ടോ? നമ്മുടെ സ്റ്റോവൊക്കെ ഇവിടെ തന്നെ വരും കേട്ടോ, സ്റ്റോവൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ നോർമൽ അടുപ്പില്ലേ ഫ്രണ്ട്സ്, വീട്ടിലൊക്കെ അടുപ്പ്. ഈ ഒരു സമയം അതിനെ യൂസ്ഫുൾ ആവുക, കാരണം
നമ്മുടെ ഗ്യാസിനൊക്കെ ഭയങ്കര റേറ്റിംഗ് ആണല്ലേ. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്, അവിടെ കബോർഡൊക്കെ ആക്കിയിട്ടാകുമ്പം നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ ഫ്രിഡ്ജ് വരെ ഈ ഒരു സ്ഥലത്തായിട്ടാണ്. ഇവിടെ പ്ലഗൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലൊരു ഡോറുണ്ട്. പിന്നെ കൺസിഡർ അതിനുള്ളതാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ റൂമാണ് കേട്ടോ. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് നമ്മുടെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിന് സൈഡിൽ 3 വിൻഡോസ് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഓക്കെ, ഇവിടെ 2 വിൻഡോസ് ഉണ്ട്. റൂമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് അടുത്ത സ്ഥലത്ത് പോയാലോ. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ലൈറ്റില്ല. ഇവിടെ നമുക്ക് വാഷ് ബേസാണ് വരിക. അവിടെ ഒരു ലോങ് വിൻഡോ ഉണ്ട്. സോ മുകളിലത്തെ വ്യൂ കാണിക്കണമെങ്കിൽ സിൻസിയറായിട്ട് പറയാൻ എനിക്ക് മുകളിൽ പോകാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. മുകളിലേക്കുള്ള വീഡിയോ ഞാൻ വേറൊരു ദിവസം ഉറപ്പായിട്ടും ഷൂട്ട് ചെയ്ത് ഇടും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.